ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്ന് നമ്മൾക്കൊരു റെസിപ്പി വീഡിയോ ആക്കിയാലോ? നല്ലൊരു അടിപൊളി ഫ്രൈഡ് റൈസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കാണാം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടാലോ. ഇത് പീനട്ട് ബട്ടറും ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുന്നു കേട്ടോ. പോൻ കൊണ്ടുവന്നതാണിത് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ. അപ്പോൾ ശരി, അപ്പോൾ ഇതൊന്ന് കഴിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് റെസിപ്പിക്കും കൂടി കാണാം കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ്, കോളിഫ്ലവർ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. എൻ്റെ അടുത്തത് ഞാൻ അത് വാങ്ങിയതില്ല, കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കറി, പിന്നെ കുറച്ച് മല്ലിയില, എഗ്ഗ്, പിന്നെ സോയ സോസ്, പിന്നെ പെപ്പറും വേണം കേട്ടോ. പെപ്പറ്, സാൾട്ട്, ഗോൾഡ് വിന്നറും, ഓയിലും, റിഫൈൻഡ് ഓയിൽ കേട്ടോ. ഏത് റിഫൈൻഡ് ഓയിലും കുഴപ്പമില്ല. ഇത്രയാണ് കേട്ടോ. ചിക്കൻ ഫ്രൈഡ് റൈസ് വേണ്ടവർക്ക് ചിക്കൻ ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ വിചാരിച്ചത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ കടായി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം നമുക്കിന്ന് അതാണ്. റൈസ് വേവിച്ച് വാർത്ത് വെച്ചു കേട്ടോ. ഞാൻ വൈറ്റ് സെല്ലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാസ്മതി റൈസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിവിടെ മന്തിക്ക് കൂടുന്ന റൈസ് ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ചെയ്യാണ്. അതും വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല അരി തന്നെയാണ്. പിന്നെ എഗ്ഗ് ഞാനിങ്ങനെ ചിക്കി വറുത്ത് വെച്ചിരിക്കണം കേട്ടോ അതിലിടാൻ. ഇങ്ങനെ ഫ്രൈഡ് റൈസിന് വേണ്ട ഗോൾഡ് വിന്നർ ഒഴിക്കുകയാണ് കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം വെളുത്തുള്ളി ഇടണം. ഇതായി വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ പീസ് വലിയുള്ളി, സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് മതി. ചെറിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ പീസ് വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബീൻസ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇതായി വരുമ്പോൾ ഒക്കെ കളറ് വല്ലാതെ മാറാനൊന്നും നിൽക്കാതെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. കാരണം ചൈനീസ് ഫുഡൊക്കെ നമ്മൾ റോ ആയിട്ടില്ല, പച്ചക്കറികളൊക്കെ ഉണ്ടാവുക, വെജിറ്റബിൾസൊക്കെ എല്ലാവരും വേവില്ലല്ലോ. പിന്നെ ചോറ് വേണമെങ്കിൽ നമുക്ക് തലേ ദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒന്നും കൂടെ നല്ലത് അതാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, പിന്നെ ഉടയുമില്ല. അരിയൊന്നും പൊട്ടാതെ കിട്ടും നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ. ഇത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയതായതുകൊണ്ട് ആണ് കേട്ടോ. അടുത്തത് നമ്മളെ ക്യാരറ്റ്, അതോടൊപ്പം നമ്മൾ ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ക്യാബേജ് ചേർക്കാം. വെജിറ്റബിൾസിക്കുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൈസ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അധികം വേണ്ട. പിന്നെ സോയ സോസിലൊക്കെ ഉപ്പുണ്ടാവും. അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. മുട്ട ചിക്കി വറുത്തപ്പോഴും ഞാൻ അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഈ വെജിറ്റബിൾസിക്കുള്ളത് മാത്രം മതിയാവും നമ്മൾക്ക്. കുറച്ച് പെപ്പർ പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചോറ് അതിലേക്ക് ഇട്ടിട്ട് വേവിച്ച് വെച്ച റൈസ് ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ലാസ്റ്റ് അതേമാതിരി റൈസ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് സോസും ഇട്ട് ആഡ് ചെയ്യാം കേട്ടോ. വൈറ്റ് സോസാണെങ്കിൽ അതാണ് നല്ലത്. കളറ് ഒരു ഡാർക്ക് കളറ് വരില്ല. നല്ല വൈറ്റും ഗ്രീനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പെപ്പറും സോസും കൂടി വെച്ച് എഗ്ഗും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലി ലീഫും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, വേണ്ടവർക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്തിട്ട് ലീഫ് മാത്രം കുറച്ച് ഇട്ടാലും മതി കേട്ടോ. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടോ. അപ്പം ഇതിലേക്കുള്ള കടായും കൂടി ഇനി റെഡിയാക്കണം. അപ്പം നമുക്ക് കഴിക്കാം. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടോ. ഞങ്ങൾ കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം റൈസ് തലേ ദിവസം നമ്മൾ വേവിച്ചിട്ട് ഒരു 3/4 ഭാഗം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം എടുത്താൽ നമ്മളത് പൊട്ടിപ്പോകുന്നില്ല റൈസ്. ഇത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല ചൂടോടെ തന്നെ ആ റൈസ് അതിൽ ആഡ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ സൂപ്പറായിരിക്കും.